കെഎസ്ആർടിസി റൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധവുമായി BMS. KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തീരുമാനം പിൻവലിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് BMS അറിയിച്ചു. ശക്തമായ പ്രതിഷേധമാണ് KST എംപ്ലോയീസ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ നടന്നത്. KSRTC റൂട്ട് സ്വകാര്യവൽക്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ നടന്ന മാർച്ചിൽ 10,000 അണിനിരന്നു. സർക്കാരും സ്വകാര്യ ബസ് ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഹൈക്കോടതി വിധി പ്രതികൂലമാകാൻ കാരണമെന്ന് BMS ആരോപിച്ചു. BMS ദക്ഷിണ ക്ഷേത്ര സംഘടനാ സെക്രട്ടറി P. രാജീവ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്താൽ ശമ്പളം കിട്ടുക, പണിയെടുത്താൽ കൂലി കിട്ടുക എന്ന തൊഴിലാളിയുടെ പരമപ്രധാനമായിട്ടുള്ള അവകാശത്തെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഈ ഇടതുപക്ഷ സർക്കാർ എന്തിന് KSRTC ജീവനക്കാരോട് മാത്രം ഈ അനീതിയും നെറികേടും കാണിക്കുന്നു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KSRTC ജീവനക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. 2022 ശേഷം വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും നൽകിയിട്ടില്ലെന്നും പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 42,000 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 22,000 കുറഞ്ഞുവെന്നും BMS കുറ്റപ്പെടുത്തി. 2016 ഒന്നാം പിണറായി മുതൽ ഇപ്പോൾ രണ്ടാം പിണറായിയിലേക്ക് കടക്കുന്ന ആ സാഹചര്യത്തിലും ശമ്പളം കൃത്യമായി മുടങ്ങുന്നു എന്നുള്ളതാണ്. കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതല്ല, കൃത്യമായി മുടങ്ങുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അത് ശമ്പളം മാത്രമല്ല, 2022 KSRTC പെൻഷൻ പറ്റി, അതിനുശേഷം പെൻഷൻ പറ്റി ആർക്ക് ആനുകൂല്യം നൽകിയിട്ടില്ല, PF അടയ്ക്കുന്നില്ല, NBS അടയ്ക്കുന്നില്ല. അങ്ങനെ തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങൾ KSRTC-യിലുണ്ട്. അത് ഒന്നൊന്നായി പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് എംപ്ലോയീസ് സംഘിന്റെ ഉദ്ദേശം. അത് പരിഹരിച്ച് തീരുന്നത് വരെ, ഏറ്റവും അവസാനത്തെ തൊഴിലാളിക്കും അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് തന്നെയാണ്, വച്ചകാൽ മുന്നോട്ട് തന്നെയാണെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. റൂട്ട് സ്വകാര്യവൽക്കരണം അടക്കമുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നും BMS വ്യക്തമാക്കി. KST എംപ്ലോയീസ് സംഘ് BMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് V. നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.